ഹലോ, ആ അപ്പച്ചി പറ അപ്പച്ചി. ഞാൻ തന്നെ മെഡിക്കൽ കോളേജിൽ നിൽക്കണ അപ്പച്ചി. ഓ, അനിയത്തിയുടെ 6ാമത്തെ പ്രസവം. നാണക്കേട് എന്നെ നാണക്കേട്. എങ്ങനെ പറയാൻ പറ്റും 6ാമത്തെ പ്രസവമാണെന്ന്? ഇപ്പൊ ഞാനിവിടെ ചോറ് കൊണ്ടുവന്ന് 5 വർഷമായി. ആൾക്കാർ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടിയെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തരപ്പച്ചി, കുട്ടികൾ ദൈവം തരുന്നതല്ലേന്നാ തന്നെ അമ്മ? നമുക്ക് ആ ദൈവം തന്ന ആ ദൈവമല്ലേ അവിടെ ഇരുന്ന് ആപ്പിള് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിളിക്കാം. ഷാജി, ഇത് എത്രാമത്തേടാ? ഇത് 1ാമത്തെ. അതല്ലാണ്ട് ഞാൻ ചോദിച്ചത്, കുട്ടികൾ എത്രാമത്തേടാ? ഇത് 6ാമത്തെ. താറാമുട്ടേന്നല്ല, 6ാമത്തെ. എടാ, നീ ഓരോ വർഷം തോറും ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ ആവർത്തനമായിട്ട് വരുന്നതേ നമുക്കൊരു വിഷമമുണ്ട് ഷാജി. ആവർത്തനം വിഷമോ? ഓ, വർഷം ഓണം വരുന്നില്ലേ? ഓ, വിഷു വരുന്നില്ലേ? ഓ, റംസാൻ വരുന്നില്ലേ? ഇത് ആവർത്തിച്ചല്ലേ വരുന്നത്. പിന്നെ എന്റെ ആവർത്തനം മാത്രം എന്ത് കുടുംബക്കാർക്ക് ഇത്രയും വലിയ വിഷമമാണ്? ഞാൻ നിന്റെ ഈ 6ാമത് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ ഭർത്താവ് പുഷ്കരൻ തുള്ളുവായിരുന്നു. അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് അനങ്ങട്ട്. പണിക്ക് പോകാത്ത നനകിഴങ്ങ്. അവ കട്ടിലിൽ കിടക്കുമ്പോ ഒന്ന് എണീച്ചിരിക്കാൻ പറയണം. എന്തിന്? ഇല്ലെങ്കിൽ അവന്റെ വേരിറങ്ങും. അവ ആലായിട്ട് മാറാത്തതാണ് ഭാഗ്യം. എടാ, നിന്നെ പോലെ ജോലിയും കൂടി ഇല്ലാത്തുള്ള എന്റെ ഭർത്താവ് ഇപ്പൊ അങ്ങനെ മെത്ത കച്ചവടം. അതാകുമ്പോ അവന് കിടന്നോണ്ട് കച്ചവടം നടക്കും. കണ്ട, ഇത് കണ്ട, എന്റെ കൂട്ടുകാരനാണ് രവി. അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുന്നുണ്ട, ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ട, ഒരു ക്യാപ്ഷൻ ഇട്ടേക്കുന്നുണ്ട, നന്മ നിറഞ്ഞവൻ. അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് എന്റെ കൊച്ചിനെ എന്റെ കയ്യിലേക്ക് കിട്ടിട്ട് ഏത് ക്യാപ്ഷൻ ഇടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പില്ലാത്തവൻ അതാകുമ്പോ ഇത്തിരി നന്നാവും അവന്റെ പോയി ക്യാപ്റ്റൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാം ഒന്ന് നമുക്ക് 2. എടാ, 2 കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈക്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകാം. ഈ 5 പിള്ളേരെയും കൊണ്ട് നീ എങ്ങനെ പോകും ഷാജി? ഞാൻ കാർ എടുക്കും. ആദ്യം നീ നിന്റെ പെണ്ണിന്റെ പേര് നിർത്ത്, എന്നിട്ട് നീ കാർ എടുക്കുന്നു. ഇതെന്തോ ബഹളമാണിത്? ഇവിടുത്തെ ബഹളം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ കാണാമല്ലോ, കേൾക്കാമല്ലോ. സോറി, ബെൽറ്റ് ഇടാത്ത ഡോക്ടറെ. ഡോക്ടറാ? പിന്നെ ആ ഡോക്ടറല്ല, പിന്നെ എന്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ കിടക്കും. എന്റെ അനിയത്തി ഇവിടെ പ്രസവിക്കാൻ കിടക്കുവാ. 6 പിള്ളേരാ. ഇത് 6ാമത്തെ പ്രസവാ. അയ്യോ, അതാ ഭർത്താവ്. അച്ചോ, 6 മക്കളാ? അയ്യേ, 6 മക്കളെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ 6 പെണ്ടാട്ടിന്നല്ല. അയ്യേന്ന് വെക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് മക്കളില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം. അതെങ്ങനെ? ലോക വിവരം വേണം ഷാജി, ലോക വിവരം വേണം. ഇയാൾക്ക് ലോക വിവരമില്ല. എടാ, ഇന്ത്യൻ ജനസംഖ്യ 2ാം സ്ഥാനത്താണ്, നിനക്കറിയാമോ? അവൻ 6 മക്കളെ. എടാ, അമേരിക്കയും റഷ്യയും യുദ്ധം നടന്നു, നീ അറിഞ്ഞായിരുന്നാ? എടാ, അമേരിക്കയും റഷ്യയും യുദ്ധം തുടങ്ങി, നീ വല്ലതും അറിഞ്ഞായിരുന്നാ? അവൻ 6 മക്കള്. അമേരിക്കയും റഷ്യയും യുദ്ധം ചെയ്ത് ഇത് എന്തിനാണെന്നല്ലോ അറിയാമോ നിനക്ക്? ഈ അമേരിക്ക യുദ്ധം ചെയ്യാൻ വെച്ചിരുന്ന മിസൈൽ എടുത്ത് ഞാൻ കഷ്ടത്ത് വെച്ചോണ്ട് ഇങ്ങോട്ടുണ്ട്. നിങ്ങൾ ചൂടാവുന്ന ആ മിസൈൽ കഷ്ടത്തെടുത്ത് വെച്ചോണ്ട് ഞാൻ ഇന്ത്യയിൽ വന്നു തോന്നുന്നു. ഇതെന്നായിരുന്നു സംഭവം? ഫെബ്രുവരി 14-ാം തീയതി. അന്ന് നമ്മള് എവിടെയായിരുന്നു? തോട്ടക്കേട്ട അപ്പച്ചിയുടെ വീട്ടിലെ പാലിയാച്ചിട്ട് പോയായിരുന്നു. ശരിയാ, പാലാച്ചിന്റെ അന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഞാൻ കഥ പറഞ്ഞ് എത്തി നോക്കി കഴിഞ്ഞാൽ പായസം അടി പിടിക്കൂലേ? നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരുന്ന നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അമേരിക്കയിലെ യുദ്ധമല്ല, അപ്പച്ചിയുടെ വീട്ടിലെ പായസം തന്നെ എനിക്ക് വലുത്. നിങ്ങളെ ഈ 6 മക്കളെ വളർത്തണം. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം. ഞാനെന്തിന് ഇൻഷുറൻസിന് എടുക്കണം? ഇൻഷുറൻസിന് വേണമെങ്കിൽ ഞാൻ പല സിനിമകളിലുണ്ട്, പലവരും എടുത്തോണ്ട് പോണത്. ഞാനെന്തിന് ഇൻഷുറൻസിന് എടുക്കണം? അതല്ലെന്ന്, ഈ മക്കളുണ്ടെങ്കിലേ ഇൻഷുറൻസ് പൈസ തരുമെന്ന്. എനിക്ക് എന്തിന് ഇൻഷുറൻസിന്റെ പൈസ? ഇൻഷുറൻസിന്റെ പൈസ ഇൻഷുറൻസിന്റെ കുടുംബത്തെ കൊണ്ട് എനിക്ക് എന്തിന് ഇൻഷുറൻസിന്റെ പൈസ? അല്ല അക്ക, ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ ഈ അപകട മരണങ്ങളും ജനനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ കിട്ടൂല. ഇൻഷുറൻസ് പൈസ, ഇൻഷുറൻസ്. ഇവിടെ നിന്നിരുന്നെങ്കിൽ ധർമ്മജ വോൾക്കാട്ടീനെ, ഹരീഷ് പിഷാരിടീനെ, ലോകത്തുള്ള കോമഡിക്കാരെ മൊത്തം ഇവിടെ കൊണ്ടുവന്നു. ഭഗവാനെ, ഒന്നടഞ്ഞ് കുഞ്ഞ് ജനിക്കുമ്പോൾ നല്ലൊരു നാളിൽ സമയത്ത് ജനിക്കാം. അതാണ് അതിന്റെ ഒരു ഇത്. എന്റെ അക്ക, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ്. പറഞ്ഞേ, എന്റെ ഈ കുഞ്ഞ് ജനിക്കുന്നത് പൂരത്തിൽ തന്നെ ജനിക്കണമെന്നാ, പ്രസവിക്കണമെന്ന് ഞാൻ പൂരം നല്ല നാളാണ്. കാരണം പൂരത്തിൽ പ്രസവിക്കുമ്പോൾ അതിന് പറയാൻ പൂരത്തിൽ പീറുന്ന അതാണ്. ഷാജിയെ എന്തോ നിന്റെ ഭാര്യ എടുത്ത് വിളിച്ചു പറയടാ, പൂരത്തിൽ പ്രസവിച്ചാൽ മതിയെന്നാ. നിങ്ങൾ ഓരോരോ ഐഡിയ എങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവും? അവിടെ ഇത്രയും ആനയും വെഞ്ചാമരം വെടിക്കെട്ട് നടക്കുമ്പോ അതിന്റെ ഇടയിൽ പോയി പ്രസവിക്കണമെന്ന് വെച്ചാൽ നടക്കണ കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രസവിക്കണമെങ്കിൽ നിങ്ങൾ പോയി പ്രസവിക്ക്. എന്റെ ഭാര്യക്ക് ഇവിടെ ഉള്ള സൗകര്യത്തിൽ പ്രസവിച്ചാൽ മതി. പൂരം എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ നാള്. ഞാൻ നിനക്ക് വേറെ കാര്യം ചോദിക്കട്ടെ, 5 പ്രസവം കോട്ടയത്ത് തന്നെ ഇരുന്നടാ.
ഈ അവസാനത്തെ പ്രസവം മാത്രം നീ എന്തിനാ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്? ഈ 4-5 പ്രാവശ്യം കോട്ടയത്ത് മാത്രം അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ ഇരിക്കുമ്പോ റിപ്പീറ്റ് അടിക്കൂലേ? എപ്പോഴും റബ്ബറും പോസ്റ്റും ഇങ്ങനെ ഓടി പോകുന്ന കണ്ടാ മതിയാ. വലിയ വലിയ കെട്ടിടങ്ങളും കാണണ്ടേ? അതിനല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് വന്നത്. ഷാജി, ഞാനൊരു കാര്യം പറയാം. തവണ നമ്മളാണ് കുഞ്ഞിന് പേരെടുത്തത്. ഈ പേരിടുന്ന കാര്യത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമുണ്ട്. എന്റെ മോന് 14 വയസ്സായി. അവന് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല. അതെന്ത്? കടിച്ചാ പൊട്ടാത്ത പേരെന്തെങ്കിലും എന്റെ മോന് വേണം. അങ്ങനെയാണെങ്കിൽ അരിയുണ്ടെന്നിട്. 2 ആഴ്ച പഴക്കമുള്ള അരിയുണ്ടെന്നിട്ടാ നല്ലതാണ്. അതാണ് കടിച്ചാ പൊട്ടാത്ത. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഐഡിയകൾ കൊണ്ടുവന്ന. ഷാജി, ഞാൻ പറയാം, പ്രസവത്തിന് ഭയങ്കര ചെലവാണേ ഓരോന്നിനായിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ പ്രസവത്തിന് പൈസ ഇല്ലായിരുന്നു. കാരണം എന്നെ തന്നെ പ്രസവിച്ചു. അമ്മ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ പ്രസവിച്ചത്. എന്റെ അനിയന്മാരെ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പ്രസവിച്ചത്. ഇപ്പൊ അനിയന്മാർ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും പല്ലും കുത്തി ഒരു ചൊരപ്പും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നു. അല്ലാതെ ഇത് പറയാനല്ലേ പറ്റുമോ? അത് ഭയങ്കര വലിയ വായില് 10 പൈസ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടില്ല. സാറ് കേൾക്കണം. ശ്രീധരൻ തന്നില്ല. എന്ത് തന്നു? രാജിയാണ് ഒരുമാതിരി പറഞ്ഞാൽ ഞാൻ അനിയത്തിന്റെ ഭർത്താവ് ഞാൻ നോക്കൂല. ഞാൻ ചൂടാവും. നീ ചുമ്മാ എന്താണെന്നറിയോ? അവൻ ഇവിടെ ചൂടാവൂ, വീട്ടിൽ ചൂടാവത്തില്ല. വീട്ടിൽ ഞാനും എന്റെ അമ്മയും നിൽക്കുന്ന സ്ഥലത്ത് അവൻ ചൂടാവെന്ന് ചോദിച്ചു നോക്ക്. നീ ചോദിച്ചു നോക്ക്. ആ അമ്മയ്ക്കടുത്തും ചേച്ചിക്കടുത്തും ഭയങ്കര ബഹുമാന സ്നേഹമാണല്ലേ? ബഹുമാനം കൊണ്ടൊന്നും അല്ല. റാപ്പർ വേടന്റെയും ജാസി ഗിഫ്റ്റിന്റെയും ഗാനമേള നടക്കുന്നതിനിടയിൽ മണികണ്ഠന്റെ ഭജന വെച്ച ആര് കേൾക്കാൻ? ഭയങ്കര വായല്ലേ വായാടികളുടെ ജീവിതം. എടാ, നീ ഒറ്റ ഒരുത്തൻ കാരണം എന്റെ അച്ഛനും അമ്മയും നാണക്കെട്ട് വെളിയിറങ്ങില്ല. ഇറങ്ങിപ്പോ ആൾക്കാർ പറയും 6 മക്കളാ അമ്മുമ്മേ. ഇപ്പൊ അവർ രണ്ടുപേരും കൂടി വീട്ടിനകത്ത് വാതിലടച്ചിരിക്കും. അറിയോ നിനക്ക്? അവരെ കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. സാറ് കേൾക്കണം. പകല് വഴക്ക് ഭാര്യയും ഭർത്താവും. ദേഷ്യം വന്നിട്ട് ഞാൻ വാതിലടച്ചങ്ങ് അകത്ത് കയറും. അപ്പോഴല്ലേ ഈ സംഭവം മൊത്തം ഉണ്ടായത്. നമ്മളെ നാട്ടിലായതുകൊണ്ടാണ് ഈ 6 മക്കൾ നാണക്കേട്. ചൈനയിലേക്ക് അങ്ങനെയൊന്നും അല്ല. എത്ര മക്കളോടോ ആവാം. എത്ര മക്കൾ വേണോ ആവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ചൈനയിലെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി, ബാബു, ഈ സുധി എന്ന് 3 പേര് ഒരുപോലല്ലേ ഇരിക്കുന്നത്. ഇവര് തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ പിടിച്ച് തല്ലും? ഇവിടെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് പിള്ളേരെ മനസ്സിലാവും. പിന്നെ അവിടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഐഡിയ വെച്ച് നോക്കുവാണെങ്കിൽ ഒറ്റ ആധാരം മതി ഒരു കുടുംബത്തിന്. എല്ലാം ഒരേ കണക്കല്ലേ മൂക്കപ്പികള്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇനി കഷ്ടപ്പെടാൻ പോവേണേ ഷാജി. എന്തിന്? 6 മക്കളാണ്. നമ്മളെ കേരളത്തിന്റെ അവസ്ഥയാണ്. ഓരോരുത്തർ പെട്ടെന്ന് വലുതാവും. വിദ്യാഭ്യാസം നോക്കണം. അപ്പൊ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? എന്തിനു നടക്കണ? സ്കൂളിൽ ബസ് ഉണ്ടല്ലോ, ബസ്സിൽ കയറി പോയിക്കൂടെ? അതാണോ പറഞ്ഞത്? പിന്നെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം വേണോ? വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ ST എടുക്കാം. നിനക്ക് എത്ര മക്കളുണ്ടാ? എനിക്ക് 2 മക്കള്. അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അവരെന്ത് നടക്കുന്ന? എന്റെ വീട്ടിൽ തൊട്ടടുത്തല്ലേ സ്കൂൾ. ഞാൻ അടുത്തങ്ങ് വയ്ക്കും. അതെ, ആരെങ്കിലും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാനേ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഒന്ന് കേൾക്കണം, കേട്ടു നോക്കണം. അടിപൊളി കവിത ഞാൻ എഴുതി. പ്രസവം പ്രസവം പ്രസവം, ഭാരത സ്ത്രീകൾ ഒരുമിച്ച് കൂടും മെഡിക്കൽ SAT. പ്രസവം പ്രസവം പ്രസവം. ഈ കവിത കൊച്ചിനെ പാടി കേൾപ്പിച്ചായിരുന്ന ഈ ഗർഭിണിയായ കൊച്ചിനെ ഭാര്യയെ? ഇത് പാടി കേൾപ്പിച്ചപ്പോ കൊച്ചു ഭയങ്കര ചവിട്ടും കുത്തുമൊക്കെ ആയിരുന്നു. ഭാര്യയുടെ വയറ്റിൽ കിടന്ന കൊച്ചാ? ഓ, ആ കൊച്ചു വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക്. ആദ്യത്തെ ചവിട്ട് നിങ്ങൾക്കായിരിക്കും. ഞാനേ ഈ കൊച്ചുങ്ങളെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് 3 മക്കളായി. അപ്പൊ തന്നെ അളി എനിക്ക് വിസ എടുത്തത് ഞാൻ ഗൾഫിൽ പോയി. 6 വർഷം കഴിഞ്ഞാണ് ഞാൻ വന്നത്. അതാണ് എന്റെ അളിയന്റെ സ്നേഹം. ആ സ്നേഹം കൊണ്ടല്ലേ ഇരിക്കും. പിന്നെ വീട്ടിൽ കൊച്ചു മനുഷ്യച്ചങ്ങനെ തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അളിയൻ ചെയ്തതാണ്. അതൊന്നും ഒരു വിഷയാക്കി എടുക്കണ്ട കേട്ടോ. ഹലോ, ഒരു അറിയിപ്പുണ്ട്. സജിയുടെ ഭാര്യയ്ക്ക് പെയിൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്ക് നിങ്ങളെ ഭാര്യയല്ലേ പ്രസവിക്കാൻ പോണം. നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്നത്? അടങ്ങി നിൽക്കും. നമ്മളെ ആണുങ്ങളാണ്. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും വരും. നമ്മളെ ആണുങ്ങള് സ്ട്രോങ് ആയിരിക്കണം. ബ്രീത്ത് എടുക്കാൻ നോക്ക്. പരിച്ചു വിട്ടെ. ഓക്കെ അല്ലേ? നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ആണുങ്ങളാണ്. ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബം നോക്കേണ്ടവരാണ്. നമ്മൾ പല സാഹചര്യങ്ങളും വരും കേട്ടോ. അതാണ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഷാജിയുടെ ഭാര്യയ്ക്കും പെയിൻ തുടങ്ങി. അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചില ദിവസങ്ങളിൽ മീൻ മേടിച്ചു കൊടുക്കാതെ പോകും കേട്ടോ. എന്തെങ്കിലും ഒരു കറി അവള്
അറിയാതെ ഒപ്പിച്ചു വെക്കും. അല്ല ആണുങ്ങൾ പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയായിട്ട് ഇച്ചു പോകുന്നു ഇതുവരെയും ഒരു പ്രശ്നം അങ്ങനെയുള്ള പെണ്ണല്ല അവള്. ആണുങ്ങൾ കരയിലൊന്നും കണ്ട ഉറക്കം എല്ലാ ആണുങ്ങളും ഇല്ല, ചില ആണുങ്ങൾ കരയും, അത് കുഴപ്പമില്ല. പക്ഷെ അവള് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇതുപോലെ ഒരു കൊച്ചിനെ കിട്ടി എന്റെ ഭാഗ്യം. ബ്രീത്ത് എടുക്കണോ? ബ്രീത്ത് എടുക്കണം. അങ്ങനെയൊന്നും എടുക്കണ്ട, അത് എല്ലാരും എടുക്കണം. നിങ്ങൾ എടുത്തില്ലേ? പിന്നെ എപ്പോഴും എടുക്കാൻ പറ്റും. അയ്യോ മോനെ, അവള് പ്രസവിച്ചടാ പെങ്കൊച്ചു. അവളെ കണക്ക് എന്നോട് ഉന്തരി പെണ്ണ്. കണ്ട ആ കൊച്ചിന്റെ മുഖം കണ്ടപ്പോ തന്നെ ഈ അക്കന്റെ മുഖം തിളങ്ങിയണ്ട. ഇത്രേ ഉള്ളു പെണ്ണുങ്ങള്. നിങ്ങളെ കൊണ്ട് സന്തോഷം. നിങ്ങളുടെ ഭാര്യയും പ്രസവിച്ച് കൊച്ച് ഇരട്ട കുഞ്ഞുങ്ങളാ. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അല്ല അതിന് നിങ്ങൾ കരയുന്നത്. അയ്യോ എനിക്ക് ഇനി 12 വർഷം ഗൾഫിൽ പോയി കിടക്കാൻ വയ്യേ. കറക്റ്റ് ആയിട്ട് എനിക്ക് വിസ എടുത്തരും. ഞാൻ ഗൾഫിൽ പോയിട്ട് പറഞ്ഞു വിടുക. എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ.